ഓണം ഓഫർ ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്പനിയിൽ വിസിറ്റ് ചെയ്ത് മെഷീൻസ് എല്ലാം കണ്ട് നമുക്ക് നല്ല രീതിക്കുള്ള ഡിസ്കൗണ്ടിൽ എടുത്തിട്ട് പോവാം. പാലക്കാട് നല്ല കറവേന്ദ്രം കിട്ടും പറഞ്ഞിട്ട് വന്നതാണ്. ശരി, നിങ്ങളുടെ കറവേന്ദ്രൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ? നമുക്ക് ആദ്യം നമുക്ക് ഒരു വലിയ മെഷീനിലോട്ട് നോക്കാം. ഒരു 60-70 പശുള്ള കർഷകർക്ക് സുഖമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വലിയൊരു കറവോഷനാണ്. അടിപൊളി മെഷീൻ കേട്ടോ, സൂപ്പർ. ഇതിന്റെ മോട്ടറൊക്കെ ഒന്ന് പറയാമോ? ഇത് മോട്ടർ വരികയാണെങ്കിൽ 1 HP മാരത്തോണിന്റെ മോട്ടറാണ് നമുക്ക് ഇതിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതോ കംപ്രസറിലോട്ട് നോക്കുകയാണെങ്കിൽ 800 LPM കംപ്രസർ വരുന്നത്. അതായത് അറ്റ് ടൈമിൽ 3 ബക്കറ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി. ഒരു ബക്കറ്റ് 25 ലിറ്ററിന്റെ ആണ് ബക്കറ്റ് സെറ്റ് വരുന്നത്. 25 ലിറ്ററിന്റെ. പിന്നെ ഇത് വാക്യൂം ടാങ്ക് അല്ലേ? 12 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഓപ്പൺ ടാങ്ക്. ശരി, അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 50, 60, 70 പശു വരെ. അതെ, 1 തൊട്ട് 70 പശു വരെയുള്ള കർഷകർക്ക് സുഖമായിട്ട് കൊണ്ടുപോകും. ഇതിന്റെ റേറ്റ് എന്ത് വരുന്നു? ഇതിന്റെ റേറ്റ് നമുക്ക് ഈ സിംഗിൾ ബക്കറ്റോട് കൂടി വരുന്നത് 43 ആണ് വരുന്നത്. ഓ, അതായത് 3 ബക്കറ്റ് അല്ല, സിംഗിൾ ബക്കറ്റോട് കൂടി. ഇനി 3 ബക്കറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ബക്കറ്റ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ശരി, നമുക്ക് ഇവിടെ വേറെ കുറെ സെറ്റുകളൊക്കെ ഇരിപ്പുണ്ടോ, ഒന്ന് കാണിച്ചു തരാമോ? അത് വരുന്നത് ഒരു 10-12 പശു വരെയുള്ള കർഷകർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറവ മെഷീനാണ് ഇത്. ഇതിലേക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ആവശ്യക്കാർക്ക് ഹോണ്ടയുടെ പെട്രോൾ എഞ്ചിൻ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡും കൂടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എഞ്ചിൻ വെക്കാവുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മുടെ ഈ മോട്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 3/4 HP മോട്ടർ 250 LPM കംപ്രസർ വരുന്നത്. എഞ്ചിൻ വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പോയാൽ പോലും കറവ മുടങ്ങാതിരിക്കാൻ അവർക്ക് ഒരു പെട്രോൾ എഞ്ചിൻ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്, നമുക്ക് വോൾട്ടേജ് എല്ലാം അറിയാൻ പറ്റും. അടുത്തെന്ന് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ നേരത്തെ കണ്ട പോലെ ഒരു 12 പശുവിനൊക്കെ കറക്കുന്ന തന്നെയാണ്. ഇത് കറണ്ട് ഇല്ലെങ്കിലും ഇൻവെർട്ടറിലൊക്കെ വർക്ക് ചെയ്യാം. ഈ ഒരു മോഡലാണ് വരുന്നത്. അതായത് നമുക്ക് എഞ്ചിൻ വേണ്ട, ഇൻവെർട്ടറിൽ വരില്ല, 3/4 HP ആയതുകൊണ്ട് അല്ലേ. പിന്നെ ഈ കാണുന്ന ഇതൊരു ടോപ്പ് ആൻഡ് സിസ്റ്റം, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്ലഗിൽ കണക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഒരു കൺട്രോൾ വരുന്നുണ്ട്. ഓ, അങ്ങനെ അല്ലേ, അടിപൊളി കേട്ടോ. ഇത്തരത്തിലുള്ള മെഷീനൊക്കെ എന്ത് റേറ്റ് വരും? ഇതെന്ന് പറയുകയാണെങ്കിൽ 24,700. എത്ര പശു കറക്കാം? ഒരു 12 പശുവിനെ വരെ നമുക്ക് യൂസ് ചെയ്യാം. 12 പശുവിനെ കറക്കാവുന്ന ഒരു മെഷീനാണ് ഈ കാണുന്നത്. ഇതില് ഒറ്റ ബക്കറ്റിൽ ഉപയോഗിക്കാം നമ്മൾ. ഇതെല്ലാം സിംഗിൾ ബക്കറ്റ് ആണ്, 3/4 HP മോട്ടർ. ഓക്കെ, ഇതിലിപ്പോ ഏറ്റവും ചെറുത് നമുക്കൊരു 10 പശു താഴെ ഉള്ളെങ്കിൽ എന്ത് ചെയ്യും? 10 പശു ഒരു 7 പശുവിനൊക്കെ വരെ കറക്കാം യൂസ് ചെയ്യാം. ഇത് വരുന്നുള്ളൂ 7 പശുവിനല്ലേ? ഇത് 7 പശുവിനെ കറക്കാവുന്ന ഒരു ഇതാണ്. ഇതിനിപ്പോ ഞാൻ പറയട്ടെ, ഇതിനിപ്പോ ഗ്യാരണ്ടി, വാറണ്ടി നമ്മൾ കൊടുക്കുന്ന എല്ലാ മെഷീനും 1 ഇയർ റീപ്ലേസ്മെന്റ് വാറന്റിയോടെയാണ് കൊടുക്കുന്നത്. റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും റീപ്ലേസ്? നമുക്ക് ഈ മോട്ടോർ സെറ്റിനാണ് റീപ്ലേസ്മെന്റ് വാറന്റി വരുന്നത്. ഇതല്ലേ ഈ കാണുന്ന മോണോ ബ്ലോക്ക് അല്ലേ? ഈ കാണുന്ന ഒരു സെറ്റിനാണ് നമുക്ക് റീപ്ലേസ്മെന്റ് വാറന്റി വരുന്നത്. വലിയൊരു മെഷീൻ വേറെ കാണിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഒരു 10 ബക്കറ്റ് ഒക്കെ അറ്റ് ടൈമിൽ യൂസ് ചെയ്യാവുന്ന ഒരു വലിയ മെഷീനാണ് ഇത് വരുന്നത്. എത്ര പശുവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു 100, 200, 300 പശുക്കൾ വരെയുള്ളവർക്ക് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. ഇത് ബക്കറ്റ് വരെ നമുക്ക് അറ്റ് ടൈമിൽ യൂസ് ചെയ്യാം. മോട്ടർ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇത് 3 ഫേസിൽ വർക്ക് ചെയ്യുന്നതാണ്. 3 HP മോട്ടർ വരുന്നത്. 1800 LPM കംപ്രസർ വരുന്നത്. കസ്റ്റമൈസേഷൻ സംഭവം. അതെ, ഈ പെട്രോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ കറവ മുടങ്ങാതിരിക്കാൻ പെട്രോൾ എഞ്ചിൻ, ഇൻവെർട്ടർ അങ്ങനെ വെച്ച് ആവശ്യമുള്ളവർക്കൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ ചെയ്ത് കൊടുക്കാം. ശരി, അപ്പൊ നമ്മുടെ സ്പെയർ ഇതൊക്കെയാണല്ലേ? അതെ, നമുക്ക് ഈ മെയിൻ ആയിട്ട് ഈ പാല് വരുന്നതൊക്കെ ഇതിലെവിടെയാണ്. അതാണ് ഈ ക്ലോ. നമുക്ക് ഈ സ്പെയർ ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് കറവ തരുന്ന പൾസ് ലേറ്റർ. എല്ലാമേ നമുക്ക് സ്പെയർ അവൈലബിൾ. ലൈനർ ലൈനറുകള്, പിന്നെ വേറെ പൈപ്പുകളൊക്കെ, മിൽക്ക് ട്യൂബ്, പൾസ് ട്യൂബ്, എല്ലാതരം ട്യൂബുകളും നമുക്കുണ്ട്. ട്യൂബുകളൊക്കെ. പിന്നെ ഇത് മറ്റേ തൊഴി കിട്ടാതിരിക്കാൻ, പശുവിന്റെ തൊഴി കിട്ടാതിരിക്കാനുള്ള ആന്റി കിക്ക് ബാർ. ബോട്ടിലുകൾ ഫീഡിംഗ് ബോട്ടിലുകൾ 2 ലിറ്റർ മുതൽ 2.5 1/2 ലിറ്റർ വരെ നമുക്ക് ഫീഡിംഗ് ബോട്ടിൽ. 1/2 ലിറ്റർ വരെ ഉണ്ടല്ലേ? ശരി ശരി. ഈ ഇരിക്കുന്ന ക്ലോ അത് ഏതിന്റെ? ഇത് നമുക്ക് നമ്മൾ ചെയ്യുന്ന തന്നെയാണ്. വേറെ കമ്പനികൾക്ക് പെട്ടെന്ന് ഇത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ എളുപ്പം. ഇതിങ്ങനെ തിരിച്ചെടുക്കുന്നതാണ്. ആ ഒരു വ്യത്യാസം. വാഷർ ആണല്ലേ? അതെ, നമ്മൾ ബക്കറ്റിലേക്ക് വരുന്ന ലിഡ് വാഷറാണ്. ചെറിയ തൊഴുത്തുകളിലൊക്കെ ഇപ്പോഴും ഇങ്ങനെ ഹാൻഡ് പമ്പ് ഉപയോഗിച്ച്, അപ്പൊ അതിന്റെ സ്പെയർ ഒക്കെ ഇവിടെ കിട്ടും. പിന്നെ ഈ കാണുന്ന എല്ലാ അതിലെ സ്പെയർ. ഓക്കെ. ഈ കാണുന്ന ബക്കറ്റ് അതിന് സ്പെയർ ആണ്. പിന്നെ മറ്റ് ഇതൊക്കെ കിട്ടും. പിന്നെ അതിന്റെ ലൈനർ, വാൾവ് എല്ലാം നമുക്ക് കിട്ടും. എല്ലാം ഇവിടെ ഉണ്ടല്ലേ? അപ്പൊ ഇവിടെ വന്ന് മതിയാ. പഴയ ആളുകൾക്കും ഇവിടെ സംഭവം ഉണ്ട്, സ്പെയർ ഉണ്ട്. ഇനി പുതിയത് വാങ്ങണമെങ്കിൽ കിട്ടുമല്ലോ. പുതിയ മെഷീനായിട്ട് എടുക്കുന്നവർക്ക് എടുക്കാം. ഇവിടെ കുറച്ച് പ്രത്യേകിച്ച് ഒരു അടിപൊളി എന്താ പറയാ മിൽക്ക് ബക്കറ്റുകൾ ഉണ്ടല്ലോ, ട്രാൻസ്പെറന്റ് ക്യാനുകൾ. ഓക്കെ. ഇനിയിപ്പോ നമുക്ക് ഒരു ദിവസം പാല് കുറഞ്ഞു പോയോ എന്ന് അറിയാൻ വേണ്ടിട്ട് ലിറ്റർ നമുക്ക് അറിയാൻ പറ്റും. ഫാമില് വാട്ടർ ബോളൊക്കെ, അതെ, പശുക്കൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന വാട്ടർ ബോൾ. ഇത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. നമുക്ക് പൈപ്പ് ലൈൻ ചെയ്ത് കൊടുത്താൽ മതി. പശുക്കളെ മൂക്കുമുട്ടും തോറും വെള്ളം ഫിൽ ആയിക്കൊണ്ട്. സ്റ്റീൽ ഉണ്ട് ഇതിന്റെ? സ്റ്റീൽ വരുന്നുണ്ടല്ലോ. സ്റ്റീൽ എവിടെയാണ്? ഓക്കെ. സ്റ്റീലും വരുന്നുണ്ടല്ലേ? ഒരു ഫാമിലേക്ക് വേണ്ടുന്ന മിക്ക സാധനങ്ങളും ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടെ വന്ന് വാങ്ങണോ? ഇനിയിപ്പോ ഡയറക്റ്റ് ആയിട്ട് കമ്പനി വിസിറ്റ് ചെയ്ത് വാങ്ങുന്ന കസ്റ്റമർക്ക് മേടിക്കാം. അതല്ല നമ്മൾ കൊറിയർ ആണെങ്കിലും കൊറിയർ ആയിട്ട് എത്തിച്ചു കൊടുക്കും. നമ്മുടെ ഈ ലൊക്കേഷൻ ഒക്കെ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ പാലക്കാട് ചന്ദ്രനഗർ BPL കൂട്ടുവാതിൽ. അല്ലേ? അപ്പൊ കോൺടാക്ട് നമ്പർ കൊടുക്കാം നമുക്ക്? കൊടുത്തോളൂ.